أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഒരു റമദാനിൽ പ്രവേശിക്കാനുള്ള, ജീവിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിൽ നാലാമത്തെ നോമ്പുകാരായി നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിലായി നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനം വരെ ഇബാദത്തുകളിൽ മുഴുകാനുള്ള ആഫിയത്ത്, ദീർഘായുസ്, അതിനുള്ള താക്കത്ത് നാഥൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ എല്ലാ അർത്ഥത്തിലും എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. റമദാനിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ റമദാനിലൂടെ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുപ്പിക്കാൻ അവന് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജതുനിബത്തിൽ കബായിർ. 5 നേരത്തെ നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, അതിനിടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയും, നിങ്ങൾ വൻ പാപങ്ങൾ വെടിയുകയാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ റമദാൻ മാസം മുതൽ ഈ റമദാൻ വരെയുള്ള ഒരു വർഷത്തെ പാപങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം ഈ റമദാനിലൂടെ പൊറുക്കപ്പെടണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ റമദാനിന്റെ രാപ്പകലുകൾ എന്ന വ്യത്യാസമില്ലാതെ നിരന്തരമായി ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് മനമുരുകി തന്റെ റബ്ബിനോട് ദുആ ഇരക്കുന്നവരായിരിക്കണം. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നാഥന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം കണ്ണീര് കൊണ്ട് കഴുകിക്കളയാൻ ഈ റമദാനിൽ ഞാനും നിങ്ങളും സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ വിളിച്ചിട്ട് പറയുന്നത് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഹേ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും കൂടി അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്യണേ, പശ്ചാത്തപിച്ചു മടങ്ങണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം ഒരു വിജയമാണ്. ദുനിയാവിലെ വിജയമല്ല, നേട്ടമല്ല, നേരെ മറിച്ച് ആഖിറത്തിലുള്ള വിജയമാണ്. ആ പരലോക ജീവിതം സുഖകരമാക്കി കലാശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി തന്റെ റബ്ബിങ്കലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്യുന്നവരായി മടങ്ങണം എന്നത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മുടെ മുന്നിൽ ഓതി തരുന്ന കാര്യമാണ്. ഞാനും നിങ്ങളും മടങ്ങാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മടക്കം സ്വീകരിക്കുവാനും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാണ്. ഒരുപക്ഷേ ഇന്നലെ വരെ, അതല്ലെങ്കിൽ റമദാനിന്റെ തലേ ദിവസം വരെ ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയവരാകാം, ഹറാമുകൾ ചെയ്തവരാകാം. പുറത്ത് പറയാൻ നമ്മളൊക്കെ മടി കാണിക്കുന്ന, ഒരാളോടും പറയാത്ത രഹസ്യമായ നീചമായ പല സംഗതികളും ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി, ഒരാൾ അക്രമം ചെയ്തു, ദുൽമ പ്രവർത്തിച്ചു, തന്റെ ജീവിതത്തിൽ കൊള്ളരുതായ്മകൾ ഒരാൾ ചെയ്തു, എന്നിട്ട് അതിനുശേഷം അവനതാ തൗബ ചെയ്യുകയാണ്, അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. മാത്രമല്ല വഅസ്ലഹ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവൻ തന്റെ നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ്. റമദാനിന് മുമ്പുള്ള ശഅബാൻ മാസം വരെ ഞാനും നിങ്ങളും പരിശോധിച്ചാൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ തെറ്റ് ചെയ്യില്ല, തിന്മ ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിത രീതി, നമ്മുടെ നിലപാട് നന്നാക്കിയിട്ട് നാം അല്ലാഹുവിനോട് തൗബ ചെയ്താൽ ഫഇന്നല്ലാഹ യതൂബു അലൈഹി, തീർച്ചയായും അവന്റെ മേലുള്ള തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു ഗഫൂറാണ്, റഹീമാണെന്ന് ഖുർആൻ ഓതിത്തരികയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നാകാനുള്ള ഒരു തീരുമാനം. ഇന്നലെ വരെ നാം ആരായിരുന്നു എന്നല്ല, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, ഈ ഖുതുബ കേൾക്കുന്ന ഈ സെക്കൻഡ് മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആരായി തീരും എന്നതിലാണ് പ്രാധാന്യമുള്ളത്. മനുഷ്യരായ നമ്മുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്തവരായി ആരുള്ളത്? ലോകത്ത് തെറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? അമ്പിയാക്കൾ ഒഴികെ. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മഅസൂമുകളാണ്, പ്രത്യേകമായ പാപ സുരക്ഷിതത്വമുള്ളവരാണ്. അവർ ഹറാമ് ചെയ്യുന്നവരല്ല, തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സുരക്ഷാ കവചം ഏർപ്പെടുത്തി പാപങ്ങളിൽ നിന്ന് അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കും. എന്നാൽ അവരും മനുഷ്യരാണ്, മാനുഷികമായ വീഴ്ചകൾ അവരിലും സംഭവിക്കും. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകൊണ്ട് അബദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാന്റെ അനുവാദമില്ലാതെ നാട് വിട്ടുപോയത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം
പ്രത്യക്ഷത്തിൽ 3 കളവുകൾ പറയേണ്ടി വന്നത്. അവൻ മാനുഷികമായ വീഴ്ചകൾ അവരിൽ സംഭവിക്കും എന്നതല്ലാതെ അവർ ഒരിക്കലും ഹറാമ് ചെയ്യുന്നവരല്ല, പാപങ്ങളിൽ ഏർപ്പെടുന്നവരല്ല. അവർ മഅസൂമകളാണ്, പാപ സുരക്ഷിതത്വമുള്ളവരാണ്. എന്നാൽ ലോകത്തമ്പിയാക്കൾക്ക് പുറമെ എത്ര വലിയ മനുഷ്യനാകട്ടെ, എത്ര വലിയ ആലിമാകട്ടെ, പണ്ഡിതനാകട്ടെ, ഒരു വാഹിദാകട്ടെ, ഏത് നാടിന്റെ പരിശുദ്ധമായ മക്കയുടെ ഹറമിന്റെ ഇമാമാകട്ടെ, മനുഷ്യനാണോ? ലോകത്ത് തെറ്റ് ചെയ്യാത്ത മനുഷ്യനായി ഒരാളുമില്ല. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്യാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മൊത്തത്തിൽ അങ്ങ് എടുത്തു കളയും, ഉന്മൂലനം ചെയ്തു കളയും, മൊത്തത്തിൽ എടുത്തങ്ങ് പാടെ നശിപ്പിച്ചു കളയും. നിങ്ങൾ തെറ്റ് ചെയ്യാതിരുന്നാൽ നോക്ക് നിങ്ങൾ. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്യും? വേറൊരു ഖൗമിനെ കൊണ്ടുവരും. ആ ഖൗം പാപം ചെയ്യും. എന്നിട്ട് അവർ അല്ലാഹുവോട് പശ്ചാത്താപം നടത്തും. സുബ്ഹാനല്ലാഹ്. ഇതിലേറെ എന്താ വേണ്ടത്? നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു ഖൗമിനെ ഇവിടെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുന്നു. അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുറച്ചു കൊടുക്കുന്നു. അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാതെ പറഞ്ഞാൽ പടച്ചവന് ഇത്രയേറെ ഇഷ്ടമുള്ള സംഗതി വേറെയില്ല. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് റബ്ബിനോട് ഈ റമദാനിന്റെ രാപ്പകലുകളിൽ തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഒരു ഒട്ടകപ്പുറത്ത്, അതല്ലെങ്കിൽ തന്റെ മറ്റേതെങ്കിലും ഒരു വാഹനപ്പുറത്ത്, ഒരു കഴുതയോ കുതിരയോ അതിന്റെ പുറത്ത് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഒരു യാത്രക്കാരനായ മനുഷ്യൻ ആ യാത്രയിൽ വേണ്ട തന്റെ യാത്രാ സാമഗ്രികളെല്ലാം ആ വാഹനപ്പുറത്ത് അദ്ദേഹം കെട്ടിവെച്ചിരിക്കുകയാണ്. ദീർഘദൂരം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിൽ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. ഒരല്പനേരം കൊണ്ട് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ വാഹനം കാണുന്നില്ല. എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? തന്റെ വസ്ത്രം ഒന്ന് മാറി കൊടുക്കാൻ, തനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ, കുടിക്കാൻ, അതുപോലെ ഇവിടെ നിന്നങ്ങോട്ട് ഈ ഒറ്റപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നങ്ങോട്ട് യാത്ര തുടരാൻ തന്റെ വാഹനമില്ലാതെ ഈ മനുഷ്യന് നിവൃത്തിയില്ല. ഈ മനുഷ്യൻ അവിടെ കിടന്ന് ഒറ്റക്ക് പട്ടിണി കിടന്ന് മരിച്ചു പോകും എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ വാഹനം തനിക്ക് തിരിച്ചു കിട്ടണം, അല്ലാതെ നിവൃത്തിയില്ല. ഈ മനുഷ്യനാകെ നിരാശനായി, ക്ഷീണിച്ച് ബേജാറായി വീണ്ടും അതാ കരഞ്ഞ് കരഞ്ഞ് തളർന്നങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. രണ്ടാമതും ആ മനുഷ്യൻ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ അതാ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്റെ വാഹനം അതാ തന്റെ മുന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒറ്റപ്പെട്ടു പോയ ആ മനുഷ്യന് മരുഭൂമിയിൽ തന്റെ വാഹനം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അളവ് എത്രയാണ്! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സന്തോഷാധിക്യത്താൽ ആ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്. എന്താണ് പറഞ്ഞത്? റബ്ബേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ യജമാനനാണ്. ശരിക്കെന്താ പറയേണ്ടത്? നീ എന്റെ യജമാനനാണ്, ഞാൻ നിന്റെ അടിമയാണ്. സന്തോഷം കൊണ്ട് ഈ മനുഷ്യൻ അറിയാതെ ഈ മനുഷ്യൻ പറയുന്ന വാക്കുകൾ പോലും തലതിരിഞ്ഞു പോയി. റബ്ബേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ യജമാനനാണ്. സന്തോഷാധിക്യത്താൽ മനുഷ്യൻ പറയുന്ന വർത്തമാനം വരെ തിരിഞ്ഞു പോവുകയാണ്. ഇതിനേക്കാളേറെ നിങ്ങളുടെ റബ്ബ് സന്തോഷിക്കുന്ന ഒരു സമയമുണ്ട്. ഏതാണ് ആ സമയം? റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമ്പോ, പാപമോചനം തേടുമ്പോ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോ, ഇതിനേക്കാളേറെ നിങ്ങളുടെ റബ്ബ് സന്തോഷിക്കുന്ന സമയമാണ്. അള്ളാഹ്ക്ക് അത്രക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സറിഞ്ഞ് തേടാം. നമ്മൾ ആരും നല്ല പിള്ള ചമയേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്യാത്തവരാരുള്ളത്? ആരുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുല്ലു ബനി ആദമ ഖത്വാഉൻ. ആദം മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. ആ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാരാണ്? അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ച്
ഇന്ന് ഈ നിമിഷം ഇത് കേട്ടിട്ട് ഞാനും നിങ്ങളും തൗബ ചെയ്യാൻ തയ്യാറായാൽ ആദം മക്കളുടെ കൂട്ടത്തിൽ നിങ്ങളാണ് ശ്രേഷ്ഠന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കും നിരാശ വേണ്ട. മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവിനെ വിളിക്കണം. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ നിന്ന് വരണം. തൗബ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരണം. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. എങ്ങനെ? തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ, നിഷ്കളങ്കമായ പശ്ചാത്താപം ഉള്ളിൽ നിന്ന് വരണം. ആത്മാർത്ഥമായി നിങ്ങൾ റബ്ബിനെ വിളിക്കാൻ തയ്യാറാണോ എങ്കിൽ അസാ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ആയേക്കാം, അയ്യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളിൽ സംഭവിച്ചു പോയ തിന്മകൾ, വീഴ്ചകൾ ആ റബ്ബ് നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. അപ്പൊ എന്തൊക്കെയായി പറഞ്ഞത്? നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുകയാണ്. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് വിളിക്കണം. ഒരു വട്ടമല്ല, രണ്ടല്ല, അഞ്ചല്ല, പത്തല്ല, 50 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. വസ്തഗ്ഫിറൂഹു, അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, പാപമോചനം തേടണം. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ, ഞാനിതാ ഡെയിലി എന്റെ റബ്ബിനോട് 100 വട്ടമാണ് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നത്. 100 വട്ടം ഞാൻ എന്റെ റബ്ബിനോട് ഡെയിലി പാപമോചനം തേടുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പാപം പോലും ചെയ്യാത്ത വ്യക്തിത്വമാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉറുമ്പിനെ പോലും അവിടെ നിന്ന് നോവിച്ചിട്ടില്ല. തമാശക്ക് പോലും അവിടെ നിന്ന് ഒരു കളവ് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും പ്രവാചകനെ കുറിച്ച്, സ്വഭാവത്തെ കുറിച്ച് രണ്ടാമതൊരു അഭിപ്രായം പറയാനുണ്ടായിരുന്നില്ല. സ്വർഗം ഉറപ്പാക്കപ്പെട്ട വ്യക്തിത്വം. ഒന്നാമതായി സിറാത്ത് കടന്നു, ഒന്നാമതായി സ്വർഗീയ ആരാമത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വ്യക്തിത്വം അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡെയിലി 100 വട്ടം അല്ലാഹുവോട് പാപമോചനം തേടുക. പാപം ചെയ്തിട്ടല്ല. വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനോട് പറയാം, നബിയെ, താങ്കൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കുറെ പാപം ചെയ്തെന്നോ ഭാവിയിൽ ഇത് ചെയ്യുമെന്നോ എന്ന അർത്ഥത്തിലല്ല, ചെയ്തിട്ടില്ല. അവിടെ പ്രവാചകന് നൽകുന്ന ഒരു ദറജയാണ്, പദവിയാണ്, അംഗീകാരമാണ്. ഒരു തെറ്റ് പോലും ചെയ്യാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി 100 വട്ടം അല്ലാഹുവോട് പാപമോചനം തേടിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ചതിന് കയ്യും കണക്കുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ആയുസ്സിൽ നമുക്ക് എത്ര വയസ്സായി? വേണ്ട, ഒരു മാസത്തിൽ നമ്മൾ ചെയ്ത തെറ്റെത്ര? ഒരാഴ്ചയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങൾ എത്ര? ഒരുപാടുണ്ട്, എമ്പാടുണ്ട്. എണ്ണിയാ തീരൂല, പറഞ്ഞാ തീരൂല, പറയാൻ കൊള്ളില്ല. വേറൊരാൾ കേട്ടാൽ നമ്മൾ വെറുത്തുപോകും, ശപിച്ചു പോകും. ഇങ്ങനെയൊക്കെ പലരിൽ നിന്നും മറച്ചു വെക്കുന്ന എന്തെല്ലാം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര പാപമുള്ളവനാണെങ്കിലും കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവോട് നിങ്ങൾ തേടിക്കോ. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. എത്ര പാപം ചെയ്ത വ്യക്തിയാണോ അല്ലാഹുവിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്താൻ നീ തയ്യാറാണോ എങ്കിൽ ഇതാ നിന്റെ മടക്കം സ്വീകരിക്കാൻ നിന്റെ റബ്ബ് റെഡിയാൻ. അതാണ് 100 അളക്കുന്ന മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം. നമുക്കറിയാവുന്ന ചരിത്രമാണ്, എങ്കിലും ഞാൻ ചുരുക്കി പറയാം. 99 ആളെക്കൊന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത, എല്ലാ കൊള്ളരുതായ്മകളും ചെയ്തിരുന്ന, മനുഷ്യ ജീവനെ വിലകൽപ്പിക്കാത്ത 99 ആളെക്കൊന്ന ഒരു മനുഷ്യൻ, പിന്നീട് ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു കേടുണ്ടായി. ഞാൻ ഇനി തൗബ ചെയ്താൽ എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ?
അങ്ങനെ അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നു, ഇനി എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരോ? ആ മനുഷ്യൻ പറഞ്ഞു, 99 ആളെ കൊന്നിട്ട് നിനക്ക് അല്ല പുറത്തു തരോ? ഇല്ല, നിനക്ക് ഇനി ചാൻസ് ഇല്ല. ആ മനുഷ്യനെയും കൊന്നു, 100 തികച്ചു. അങ്ങനെ ഈ മനുഷ്യൻ വലിയ ഒരു പുരോഹിതന്റെ അടുക്കൽ, പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് വീണ്ടും ചോദിച്ചു, ഞാനിതാ 100 ആളെ കൊന്ന മനുഷ്യനാണ്, എനിക്ക് തൗബയുണ്ടോ? ആ പണ്ഡിതൻ പറഞ്ഞു, തൗബയുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ഈ നാട്ടിൽ നീ നിൽക്കാൻ പാടില്ല. ഇവിടെ നിന്നാൽ വീണ്ടും നിനക്ക് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ഈ നാട് വിട്ട് നീ വേറെ നാട്ടിലേക്ക് പോകണം. അവിടെ കുറച്ചാളുകളുണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ. നീ അവിടെ ചെന്ന് അവരോടൊപ്പം കൂടണം. തെറ്റുകളെല്ലാം അവസാനിപ്പിക്കണം. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഖേദമുണ്ടാകണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം. ഇതാണ് തൗബയുടെ ഷർത്തുകളായി പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ ഈ മനുഷ്യൻ ആ നാട് വിട്ട് ആ തിന്മയെല്ലാം ഉപേക്ഷിച്ച് തന്റെ മനസ്സിൽ ഇനി നന്മ മാത്രം ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ തിന്മയുടെ നാട് വിട്ട് നന്മയുടെ നാട്ടിലേക്ക് പലായനം ചെയ്യുമ്പോ യാത്രക്കിടയില്ല മനുഷ്യനങ്ങ് മരണപ്പെടുകയാണ്. ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു. ആ മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ മാലാഖമാര് വന്നു, നരകത്തിന്റെ മാലാഖമാര് വന്നു. രണ്ടു കൂട്ടരും തമ്മിൽ വലിയ തർക്കമായി. രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഒരാൾ പറഞ്ഞു, സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, തിന്മകളെല്ലാം അവസാനിപ്പിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് യാത്ര പോയ മനുഷ്യനാണ്, അതുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് വേണം. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാത്ത മനുഷ്യനാ, ഞങ്ങൾ വിട്ടൊരു ഞങ്ങൾക്ക് വേണം. തർക്കമായി. അവർക്കിടയിലേക്ക് മറ്റൊരു മലക്ക് മധ്യസ്ഥനായി ഇറങ്ങി വരികയാണ്. എന്നിട്ടൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ്. ഈ മനുഷ്യൻ തിന്മയുടെ നാട്ടിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നിങ്ങൾ നടന്നു നോക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്മയുടെ നാട്ടിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് എന്ന് ഒന്നുകൂടി നിങ്ങൾ അളക്കുക. ഈ 2 ദൂരവും നിങ്ങൾ അളക്കണം. എന്നിട്ട് ഏത് നാടിനോട് അടുത്ത് കിടക്കുന്നുവോ അതനുസരിച്ച് ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. അങ്ങനെ മലക്കുകൾ ആ മനുഷ്യന്റെ കാര്യത്തിൽ അളന്നു നോക്കുകയാണ്. തിന്മയുടെ നാട്ടിൽ നിന്ന് ബഹുദൂരം പിന്നിട്ടിരിക്കുന്നു. നന്മയുടെ നാട്ടിലേക്ക് എത്താൻ വളരെ കുറച്ച് ദൂരം മാത്രമല്ല മരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ തന്റെ നെഞ്ചുകൊണ്ടിങ്ങനെ ഞെരുങ്ങി ആ നന്മയുടെ നാട്ടിലേക്ക് എത്താനുള്ള ശരീരം കൊണ്ട് മനസ്സുകൊണ്ടുള്ള ആ മനുഷ്യന്റെ ഒരു പ്രയത്നം. കണ്ണുകൾ ആ നന്മയുടെ നാട്ടിലേക്ക് തുറിച്ചു നോക്കി, തന്റെ നെഞ്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ആ നന്മയുടെ നാട്ടിലേക്ക് തന്റെ നെഞ്ച് ചെരിച്ചു വെച്ചുകൊണ്ട് ഞെരുങ്ങി അങ്ങോട്ടേക്ക് എത്താനുള്ള പ്രയത്നം നടത്തിയിരുന്നു എന്ന ആ മനുഷ്യന്റെ ആത്മാവുമായി സ്വർഗീയ ലോകത്തിന്റെ മാലാഖമാര് കയറിപ്പോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ പൊറുക്കുന്നവനാണ്. നമ്മുടെ റബ്ബ് ഇത്രയേറെ കാരുണ്യവാനാണ്. നമ്മൾ എന്താ വിചാരിച്ചത് റബ്ബിനെ കുറിച്ച്? ക്രൂരൻ, ദുഷ്ടൻ, എല്ലാവരെയും ശിക്ഷിക്കാനായി അങ്ങേയറ്റം ആഴമേറിയ ആളിക്കത്തുന്ന തീക്കുണ്ടാരം ഒരുക്കി വെച്ച് ആ നരകത്തിന്റെ മുന്നിൽ കാവലിരിക്കുന്ന ഒരു കാവൽക്കാരനായി, ക്രൂരനായി മാത്രം ഞാനും നിങ്ങളും നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ പാടില്ല. ആകാശഭൂമികളോളം അതിവിശാലമായ സ്വർഗീയ ആരാമം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നതാണ് നമ്മുടെ റബ്ബ്. ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുത്തു തരുന്ന റബ്ബ്, കാരുണ്യവാനായ റബ്ബ്. ഏത് പാപിക്കും അവസരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ഓതി തരികയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാറാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ മനസ്സിന്റെ ചിന്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കിലെടുക്കുക. ഏതൊരാളുടെ പര്യവസാനമാണ് അല്ലാഹു നോക്കുക, പര്യവസാനം. അതുകൊണ്ട് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എന്റെ ആഖിബത്ത് നീ നന്നാക്കണേ, എന്റെ പര്യവസാനം നീ നന്നാക്കണേ. മരിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ചിന്ത എന്താ, അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുക. അതുകൊണ്ട് നമ്മുടെ മനസ്സാണ് നന്നാകേണ്ടത്. നല്ല നിലക്ക് നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ ഈ നോമ്പിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാം. ഞാൻ ആമുഖമായി ഓതി വെച്ച 2 വചനം എത്ര വിശദീകരിച്ചാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരാത്ത വിശാലമായ വിഷയമാണ്. സമയം നീണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വടക്കം സ്വീകരിക്കാൻ റെഡിയാണ്. ആർക്കും ഇനി അതിലൊരു പേടി വേണ്ട. എന്റെ റബ്ബ് എനിക്ക് പുറത്തൊരു, ഞാൻ അത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ സമ്പത്ത് കൊടുത്തു, കുറെ മക്കളെ കൊടുത്തു, എല്ലാവിധ അനുഗ്രഹ
ജീവിച്ചു. മക്കൾക്കെല്ലാം വേണ്ടത് കൊടുത്തു. അവസാനം പ്രായമായി, രോഗിയായി, മരണത്തിന്റെ ഹാലിലാണ്. അദ്ദേഹം കിടപ്പിലായി. മക്കളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ ഈ ഉപ്പ എങ്ങനെയുണ്ട്? മക്കൾ പറഞ്ഞു, നല്ല ഉപ്പയാ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചു, ഇതാ ഒരുപാട് സമ്പാദ്യയുടെ ബാക്കിയാക്കി ഞങ്ങളെല്ലാം സമ്പന്നരാക്കിയിട്ടാണ് ഞങ്ങളുടെ ഉപ്പ പോകുന്നത്, നല്ല ഉപ്പയാണെന്ന് മക്കൾ ഒന്നടങ്കം മറുപടി പറഞ്ഞപ്പോ ആ പിതാവ് പറഞ്ഞു, അല്ല മക്കളെ, നിങ്ങളുടെ ഉപ്പ നല്ലതല്ല. എന്റെ റബ്ബ് ഇക്കണ്ട അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്നിട്ട് അള്ളാഹിനോടൊന്ന് നന്ദി കാണിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ഇതെല്ലാം തന്നത് റബ്ബാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയി. അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ എനിക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ എന്റെ റബ്ബെങ്ങാനും എന്നെ പിടികൂടി ശിക്ഷിച്ചാൽ ആ ശിക്ഷ വല്ലാത്ത കഠിനമായി പോകും, എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളെ, മരിക്കാൻ നേരത്തെ ഉപ്പക്ക് നിങ്ങളോടൊരു വസിയത്ത് ചെയ്യാനുണ്ട്. ഈ ഉപ്പ മരണപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപ്പയുടെ ശരീരത്തെ നിങ്ങൾ കീറി മുറിക്കണം, പല കഷണങ്ങളാക്കണം, എന്നിട്ട് നിങ്ങൾ അത് കത്തിക്കണം, ചാരമാക്കണം, എന്നിട്ട് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ വിതറിക്കളയണം. ഉപ്പ മരണപ്പെട്ടു, മക്കൾ അങ്ങനെ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് ആ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. ആ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, എന്താണ് മരിക്കാൻ നേരത്തെ നീ മക്കളോട് ഇങ്ങനെ വസിയത്ത് കൊടുത്തത്? ആ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ, നിന്നെ പേടിച്ചിട്ടാണ്, നിന്നെ ഭയപ്പെട്ടിട്ടാണ്. നീ ഇത്രയൊക്കെ നന്മകൾ എനിക്ക് ചെയ്തു എന്നിട്ട് നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് കഴിയാതെ പോയി റബ്ബേ. അതുകൊണ്ട് ഞാൻ നിന്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. നീ എങ്ങാനും എന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ആ മനുഷ്യൻ മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുത്തുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു പ്രതീക്ഷയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ? അല്ലാഹു നമ്മളെ കൈവിടില്ല, അല്ലാഹു നമ്മളെ നരകത്തിലിടില്ല. അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനുണ്ട്. അതാരാന്നറിയോ നിങ്ങൾക്ക്? സ്വർഗത്തിലേക്ക് നരകത്തിലേക്കൊക്കെ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞ് അവസാനം രണ്ടാളുകളും നരകത്തിന്റെ ആളുകളാണ്. നരകത്തിൽ പോകാനും മാത്രം പാപങ്ങൾ ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് രണ്ടുപേരോടും നരകത്തിലേക്ക് പോകാൻ പറയും. അവർ രണ്ടുപേരും നരകത്തിലേക്ക് നടന്നു പോകുമ്പോ അതിലൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ നേരെ അങ്ങ് നടന്നു പോവുകയാണ്. രണ്ടാമത്തെ ആളിങ്ങനെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും, വീണ്ടും കുറച്ച് മുന്നോട്ട് നടക്കും, വീണ്ടും തിരിഞ്ഞു നോക്കും. ഇങ്ങനെ ഒരാൾ തിരിഞ്ഞു നോക്കിയും രണ്ടാമത്തെ ആൾ തിരിഞ്ഞു നോക്കാതെയും നരകത്തിലേക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാളുകളെ വിളിപ്പിക്കും, എന്നിട്ട് ചോദിക്കും, എന്താണ് നീ തിരിഞ്ഞു നോക്കി പോയത്? ആ മനുഷ്യൻ പറയും, റബ്ബേ, ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച്, നിന്റെ പാപമോചനത്തെ കുറിച്ച്, നരകവാസികളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച്, അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് എന്നൊക്കെ നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ അവസാന ഘട്ടത്തിലും നിന്റെ ആ കാരുണ്യം, സ്നേഹം എന്റെ പേരുണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയതെന്ന് പറയുമ്പോ അല്ലാഹു പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കോന്ന് പറയും. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന രണ്ടാമത്തെ ആളോട് ചോദിക്കും, നീ എന്താ നേരെ അങ്ങ് പോയത്? ആ മനുഷ്യൻ പറയും, റബ്ബേ, നീ എനിക്ക് ഒരുപാട് തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, ഒരു തരി പോലും നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നിന്റെ ശിക്ഷയ്ക്ക് ഏറ്റവും അർഹനാണ് ഞാൻ, നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹനാണ് ഞാൻ, അത്രമാത്രം ധിക്കാരിയായി ജീവിച്ച മനുഷ്യനാണ് ഞാൻ എന്ന് ആ മനുഷ്യൻ മറുപടി പറയുമ്പോ ചെയ്തു പോയ പാപത്തെ കുറിച്ചുള്ള ആ കുറ്റബോധം ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായതിനെ കണക്കിലെടുത്തിട്ട് അല്ലാഹ് ആ മനുഷ്യനോട് പറയും, നീയും സ്വർഗത്തിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. ഈ റബ്ബിനെ ഒന്ന് റമദാനിന്റെ രാപ്പകലുകളിൽ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വിളിക്കാൻ നമുക്ക് പറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുച്ച്. ഞാൻ ഓതി വെച്ച രണ്ടായത്ത് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 53-54 രണ്ടായത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കുൽ, നബിയെ പറ, പ്രവാചകരെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്കാണ്? യാ ഇബാദ്, എന്റെ അടിമകൾക്ക്. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട്, സ്വന്തം ആത്മാക്കളോട് അതിന് കവിഞ്ഞ് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് നബിയെ അങ്ങ് വിളിച്ചു പറ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങളുടെ ആശകൾ അറ്റുപോകരുത്, നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകരുത്. കാരണം ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യഗ്ഫിറു, അവൻ പൊറുക്കുന്നവനാണ്, അദ്ദുനൂബ, പാപങ്ങളെ,
ജമീഅ മുഴുവനായിട്ടും, കുറച്ചെന്നല്ല മുഴുവനായിട്ടും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും അവൻ തന്നെയാണ് ഗഫൂറും റഹീമും. നോക്ക് നിങ്ങൾ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് സന്തോഷ വാർത്ത അറിയിച്ചത്? നോമ്പുകാരെ എന്ന് വിളിച്ചിട്ടല്ല, നിസ്കാരക്കാരെ എന്ന് വിളിച്ചിട്ടല്ല, സകാത്ത് കൊടുത്തവരെ, ഹജ്ജും ഉംറയും നിർവഹിച്ചവരെ, ധാരാളം ഖുർആൻ ഓതിയവരെ, ദാനധർമ്മം ചെയ്തവരെ, സുഹൃതം ചെയ്തവരെ, നന്മയുടെ ആളുകളെ എന്നല്ല ഈ ആയത്തിൽ അല്ലാഹു വിളിക്കുന്നത്. ഈ ആയത്തിലൂടെ അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത് നന്മ ചെയ്യാത്ത പാപികളായ ആളുകൾക്കുള്ള സന്തോഷ വാർത്ത. ഇനി ഇതിനേക്കാൾ പ്രതീക്ഷ നൽകുന്ന വേറൊരു വചനം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പാപികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിളിച്ചത്. ഈ പാപികളെ വിളിക്കാൻ ഉപയോഗിച്ച പദം എന്താ? പാപികളെ എന്നല്ല, യാ ഇബാദിന്റെ അടിമകളെ എന്നാ. അപ്പൊ നമ്മുടെ റബ്ബ് എത്ര സ്നേഹമുള്ളവനാണ്. പാപികൾക്കുള്ള സന്തോഷ വാർത്ത. ഈ പാപികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദം യാ ഇബാദിന്റെ അടിമകളെ. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ, അതിര് കവിഞ്ഞ് അന്യായം ചെയ്തു പോയ പാപികളായ എന്റെ അടിമകളെ, നിങ്ങൾ നിരാശപ്പെടല്ലേ. തീർച്ചയായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നവനാണ്. അവൻ തന്നെയാണ് ഗഫൂറുർ റഹീമും. അതുകൊണ്ട് വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. വഅസ്ലിമു ലഹു, നിങ്ങൾ അവന് മുന്നിൽ കീഴൊതുങ്ങണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ, മരണം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായി നിങ്ങൾ മടങ്ങണം. എങ്കിൽ നിങ്ങളുടെ മടക്കം സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാണ്. സുമ്മ ലാ തുൻസറൂൻ, ആ മരണമെത്തിയാൽ സക്കറാത്തിന്റെ ആലിൽ കിടന്ന് കൈകാലിൽ അടിച്ചിട്ട് കാര്യമില്ല, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടൂല. അതുകൊണ്ട് മടങ്ങാൻ തയ്യാറുണ്ടോ? ആരോട് ഏറ്റു പറയണം? അള്ളാഹുവിനോട്. പാപം പൊറുക്കുന്നവനാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ ആരുണ്ട് അല്ലാഹയല്ലാതെ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. റമദാനിൽ പോലും മൗലൂദ് ചൊല്ലുന്ന ആളുകളെ നമുക്ക് കാണാം. പുണ്യമാണെന്ന് കരുതിയായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് മഹത്തായ പാപമാണ്, വമ്പിച്ച പാപമാണ്. അവർ ചെയ്യുന്നത് ശിർക്കാണ്. അവർ മൗലൂദ് ചൊല്ലുമ്പോൾ ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രി വഅദൽ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് അന്യായം യാ സയ്യിദി ഖൈറൻ നബി. ഈ റമദാനിൽ നിങ്ങൾക്കത് പറഞ്ഞു തന്നില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും പല ആളുകൾക്കും. ഒരുപാട് പാപം ചെയ്തുകൊണ്ട് പാപമാകുന്ന വണ്ടിയിൽ കയറി നബിയെ ഞാൻ അങ്ങയെ സമീപിക്കുകയാണ്. ഈ വിഷയത്തിൽ എനിക്ക് അവരാധി ബോധിപ്പിക്കാനുള്ളത്, എന്റെ പാപങ്ങളെല്ലാം എനിക്ക് ഏറ്റു പറയാനുള്ളത് നബിയെ അങ്ങയോടാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിനോട് പാപമോചനം തേടുന്ന മങ്കൂസ് മൗലൂദിന്റെ വരികൾ ഒഴിവാക്കിയില്ല എങ്കിൽ പരലോകം രക്ഷപ്പെട്ടു കിട്ടില്ല. കാരണം മൗലൂദ് ചൊല്ലുന്നവൻ പാപമോചനം തേടുന്നത് അല്ലാഹുവിന്റെ റസൂലിനോടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം തേടിയത് അല്ലാഹുവിനോടാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നവൻ അല്ലാഹയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ പാപം പൊറുക്കാൻ വേറെ ഒരാളുമില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, പാപമോചനം തേടിയത് റബ്ബിനോടാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അവർ പാപമോചനം തേടിയത് റബ്ബിനോടാണ്. നാമും പാപമോചനം തേടേണ്ടത് റബ്ബിനോടാണ്. ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖുർആനിന് നേരെ എതിരാണ് മൗലൂദ്. അത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ റമദാൻ വരെ നഷ്ടമായി പോകും, പരലോകം നഷ്ടമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിന്റെ രാപ്പകളിൽ ആത്മാർത്ഥമായി നിറകണ്ണുകളോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വിളിച്ചുകൊണ്ട് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ മടക്കം സ്വീകരിക്കാൻ, പാപങ്ങൾ പൊറുച്ചു തരാൻ അല്ലാഹു തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ,
വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായം സൂറത്തുൽ തക്കാസുർ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതിൻ്റെ അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസാലുന്ന യൗമഇദിൻ അനിൽ നഈം. തീർച്ചയായും നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. പിന്നെ നിശ്ചയമായും നിങ്ങളുടെ കൺകാഴ്ചയായി, ദൃഢമായ കാഴ്ചയായി, അഥവാ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നരകത്തെ കാണുക തന്നെ ചെയ്യും. പിന്നീട് അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന സകല നിഅമത്തുകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഈ ദുനിയാവിൽ നാം എന്തൊക്കെ ആസ്വദിച്ചിട്ടുണ്ടോ എല്ലാത്തിനെ കുറിച്ചും ചോദ്യമുണ്ട്. നാളെ പരലോക വിചാരണയുടെ കോടതിയിൽ കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ടുവന്ന് നിർത്തി ആ നരകത്തിന്റെ മുന്നിൽ നിർത്തിയിട്ടായിരിക്കും ചോദ്യം ആരംഭിക്കുക. മനുഷ്യ, നിനക്ക് ദാഹം തീർക്കാൻ നാം തണുത്ത വെള്ളം തന്നില്ലേ എന്ന ചോദ്യത്തോടു കൂടിയായിരിക്കും വിചാരണ ആരംഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ നമുക്കൊന്നിനും ഒരു കുറവില്ല. പരിശുദ്ധ റമദാൻ തുടങ്ങിയിട്ട് നോമ്പുതുറ വിഭവങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. എല്ലാം ഭംഗിയായി, വൃത്തിയായി, മാന്യമായി വിശപ്പടക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, തിന്നുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, അനുഭൂതി കൊള്ളുന്നുണ്ട്, കുളിര് കോരുന്നുണ്ട്. നമുക്ക് ഒന്നിനും നമുക്കൊരു കുറവില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ സൂറത്തുൽ തകാസുറിന്റെ അവസാനത്തെ 3 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനും ഓതി കൊടുക്കുന്ന വല്ലാത്തൊരു രംഗമുണ്ട് സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ല. നമുക്കറിയാം അവരുടെയൊക്കെ അവസ്ഥ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, മാസങ്ങളോളം അടുപ്പ് പുകയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. മാസങ്ങളോളം അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഗ്യാസ് കത്തിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അന്ന് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അടുപ്പ് കത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാസങ്ങളോളം അടുപ്പ് കത്തിക്കാൻ അവരുടെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം അവരൊക്കെ പട്ടിണി കിടന്നിരുന്നു എന്ന് വെറുതെ പറയുകയല്ല. ഷഅബാബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പച്ചിലയും പച്ചവെള്ളവും കഴിച്ച് ആടുമാടുകളെ കാട്ടിക്കുന്നത് പോലെ പച്ച നിറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ കാട്ടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല, പട്ടിണിയാണ്, ഒരു കാരക്കയുടെ ചീള് പോലും കിട്ടാനില്ല. പ്രവാചകന്റെ സ്വഹാബത്ത് പറയുന്ന വല്ലാത്ത രംഗമുണ്ട്. ചില യുദ്ധരംഗങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോ തിന്നാൻ അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴമായിരിക്കും, കാരക്കയായിരിക്കും. സ്വഹാബത്ത്, യുദ്ധത്തിനിറങ്ങുന്ന സ്വഹാബത്ത് പ്രവാചകന്റെ മുന്നിൽ വരിവരിയായി നിൽക്കുകയാണ്. നമ്മുടെ കുട്ടികളെ വരിവരിയായി നിർത്തി മിഠായി കൊടുക്കുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വരിവരിയായി നിർത്തിയിട്ട് ഒരാൾക്ക് ഒരു കാരക്കയാണ് കൊടുക്കുന്നത്, രണ്ടാമത് കൊടുക്കാനില്ല. ഒരാൾക്ക് എങ്ങാനും കിട്ടാണ്ടായാൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയും, പ്രവാചകരെ ഇതാ ഇന്ന വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന്. സ്വഹാബത്ത് പറയാ, ഞങ്ങളത് തിന്നില്ല, ഞങ്ങളത് ഊറും, ഞങ്ങളത് ചപ്പും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഞങ്ങൾ കടിക്കും, എന്നിട്ട് ഞങ്ങളുടെ പോക്കറ്റിൽ വെക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എടുത്ത് അതിൽ നിന്ന് ഒരല്പം ഞങ്ങൾ കടിക്കും, വീണ്ടും പോക്കറ്റിൽ വെക്കും. ഉച്ചയാകുമ്പോ വീണ്ടും അതെടുത്ത് അതിൽ നിന്ന് ഒരു കടി ഞങ്ങൾ കടിക്കും. രാത്രിയാകുമ്പോ വീണ്ടും അതിന്റെ ബാക്കി ഭാഗം ഞങ്ങൾ കഴിക്കും. ഒരു ദിവസം മുഴുവൻ അവർ യുദ്ധത്തിൽ ഇറങ്ങുമ്പോഴും അവർക്ക് തിന്നാനുണ്ടായത് ആകെ ഒരു കാരക്കയല്ലാതെ രണ്ടാമതൊരു കാരക്ക അവരുടെ കൈകളിലേക്ക് വന്നിട്ടില്ല. ഇത്രയേറെ പട്ടിണിയിലൂടെ പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബത്തും കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം അന്വേഷിച്ച് വീട്ടിലൊന്നുമില്ലാതെ വിശപ്പ് സഹിക്കവയ്യാതെ റോഡിലൂടെ ഇറങ്ങി നടക്കുകയാണ് ലോകത്തിന്റെ പ്രവാചകൻ. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട്. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഈത്തപ്പഴ തോട്ടത്തിൽ പോയി ആ തോട്ടത്തിന്റെ ഉടമ ഈത്തപ്പഴങ്ങൾക്ക് പാകമാകുമ്പോൾ അത് വിളവെടുക്കുന്ന സമയത്ത് കേടുവന്ന ഈത്തപ്പഴങ്ങൾ ദൂരേക്ക് വലിച്ചെറിയും, ഉപേക്ഷിക്കും. ആ കേടുവന്ന ഈത്തപ്പഴം പെറുക്കിയെടുത്ത് അതിന്റെ കേടുള്ള ഭാഗം കളഞ്ഞ് നല്ല ഭാഗം ഭക്ഷിച്ചുകൊണ്ട് പ്രവാചകനും സ്വഹാബത്തും പലപ്പോഴും വിശപ്പടക്കിയിട്ടുണ്ട്. ഒരു ദിവസം അതുപോലും പ്രവാചകന് കിട്ടിയില്ല. പ്രവാചകർ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. പ്രവാചകൻ ചോദിച്ചു, അല്ല അബൂബക്കറെ, താങ്കൾ എന്താ ഇവിടെ?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്നിട്ട് വയ്യ, എന്റെ വീട്ടിൽ ഒന്നുമില്ല, അതാ ഞാൻ വീട് വിട്ടിറങ്ങിയത്. വരൂ അബൂബക്കറെ, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഭക്ഷണം അന്വേഷിക്കാം. രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം അന്വേഷിച്ചു പോകുമ്പോ വഴിയിൽ മറ്റൊരാളെ കാണുകയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ. പ്രവാചകൻ ചോദിച്ചു, അല്ല ഉമറെ, താങ്കൾ എന്താ ഇവിടെ? ഉമർ പറഞ്ഞു, നബിയെ, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് തീരെ പുറക്കുന്നില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ. 3 പേരും കൂടി ഭക്ഷണം അന്വേഷിച്ച് അവസാനം അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് വീട്ടുകാരൻ എവിടെ? ആ സ്വഹാബ വനിത പറഞ്ഞു, ഞങ്ങൾക്കുള്ള ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്, തന്റെ തോട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. പ്രവാചകനും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്പനേരം കഴിഞ്ഞ് തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു കുല ഈത്തപ്പഴവുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. പ്രവാചകനെ കണ്ടു സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല അതിഥികളെ കിട്ടിയ വ്യക്തി ഞാനാണ്. അത് അവരുടെ മുന്നിലേക്ക് കഴിക്കാൻ വെച്ചു കൊടുത്തു. ഉടൻ തന്നെ അവർക്ക് വേണ്ടി നല്ല നിരക്കുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി അത് കൊണ്ടുവന്ന് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ അവരുടെ മുന്നിലേക്ക് ഭക്ഷണം എത്തുമ്പോൾ സ്വാഭാവികമായും ഏത് മനുഷ്യനും ആക്രാന്തം കാണിച്ചു പോകും. വളരെ തിരക്കിട്ട അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അവരുടെ കൈകൾ ആ ഭക്ഷണത്തളികയിലേക്ക് നീങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത 2-3 ആയത്തുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയെ കുറിച്ചല്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഒരല്പം ഭക്ഷണം കിട്ടിയപ്പോ പ്രവാചകൻ ഓതിക്കൊടുത്ത ആയത്താണ്, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ, ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഭക്ഷണം അന്വേഷിച്ച് ഒരല്പം ഭക്ഷണം അവരുടെ മുന്നിലെത്തിയപ്പോ പ്രവാചകൻ അവർക്ക് ഓതി കൊടുക്കുകയാണ്, അബൂബക്കറെ, ഉമറെ, ലതറവുന്നൽ ജഹീം, നരകത്തെ നിങ്ങൾ കാണും. സുമ്മ ലതറവുന്നഹാ ഇലൈക്കും, ഉറപ്പായിട്ടും നിങ്ങൾ നരകത്തെ കാണും. സുമ്മ ലതുസലുന യൗമൈദിൻ അനിൽ നഈം, അന്നേ ദിവസം സകല നിഅമത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കും. നോക്ക് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഭക്ഷണത്തിന് ഒരു പ്രയാസവും ഇല്ല. നമ്മൾ നോക്കണം, ഫലസ്തീനിന്റെ മണ്ണിലേക്ക് വെള്ളമില്ല, അവർക്ക് കുടിക്കാൻ ഭക്ഷണമില്ല. പട്ടിണി കിടന്നുകൊണ്ട് എത്രയെത്ര പിഞ്ചു മക്കളാണ് മരിച്ചു വീഴുന്നത്. ഭക്ഷണം വാങ്ങാനായി ക്യൂ നിൽക്കുമ്പോ, ഒരുമിച്ച് കൂടുമ്പോ, തിക്കും തിരക്കും കൂട്ടുമ്പോൾ അവിടെയും ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് ബോംബ് വർഷിക്കുകയാണ്. എത്ര കുരുന്നുകളാണ് മരിച്ചു വീഴുന്നത്. നോമ്പ് തുറക്കുമ്പോ നമുക്ക് വല്ല ചിന്തയുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ വല്ല ബോധം നമുക്കുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്. വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനില്ലാത്ത, നോമ്പ് തുറ വിഭവങ്ങൾ ഒരുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ എന്റെ ജില്ലയിൽ, എന്റെ നാട്ടിൽ, എന്റെ രാജ്യത്ത്, മറ്റു നാടുകളിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. അല്ലാഹു നമുക്ക് നൽകിയതാണ്, നമുക്ക് കഴിക്കാം, നമുക്ക് തിന്നാം, നമുക്ക് ആസ്വദിക്കാം. പക്ഷെ ഒരിക്കലും അല്ലാഹുവിനെ മറന്നു പോകരുത്. ഞാനിത് കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി തിന്നു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ ആരും മറന്നു പോകരുത്. ഇത് ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത നൂറുകണക്കിന് 10,000-കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനും അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ അല്ലാഹുവിന്റെ ദാസന്മാരായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.